നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, ക്യൂവൺ ഹെൽത്ത് കെയറിലെ ആയുർവേദിക് ഫിസിഷ്യൻ. ഇന്ന് നമ്മളിൽ പലരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ദിനംപ്രതി കൂടുതലായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് പൈൽസ് അഥവാ ഹെമറോയിഡ്സ്. അപ്പം പുറത്ത് പൈൽസ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഉള്ളിലാണ് ഉള്ളതെങ്കിൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഒരു പ്രൊട്ടോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ കാണുന്നതാണ് ഫിഷർ. ഫിഷർ എന്ന് പറയുമ്പം കൂടുതലായിട്ടും യങ് ആയിട്ടുള്ള ആളുകളിൽ കാണുന്നത് ഈ ഫിഷറാണ്. പിന്നെ നമ്മൾ ഡെയിലി ഭക്ഷണത്തിലുള്ള ഈ മൈദ, ബേക്കറി ഐറ്റംസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളാണ്. പിന്നെ ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, ക്യൂവൺ ഹെൽത്ത് കെയറിലെ ആയുർവേദിക് ഫിസിഷ്യൻ. ഇന്ന് നമ്മളിൽ പലരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ദിനംപ്രതി കൂടുതലായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് പൈൽസ് അഥവാ ഹെമറോയിഡ്സ്. അത് നമ്മളിൽ പലരും പുറത്ത് പറയാൻ മടിക്കുന്നു, അതുപോലെ തന്നെ വേണ്ടത്ര ചികിത്സ എടുക്കാനൊക്കെ വൈകിക്കാറുണ്ട്. ഇത് കാരണം ചില ആളുകളിൽ ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്താണ് പൈൽസ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മലാശയത്തിലുള്ള സിരകൾക്കുണ്ടാവുന്ന വീക്കത്തിനെയാണ് നമ്മൾ പൈൽസ് അഥവാ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെല്ലാവരിലുള്ളൊരു കോമൺ തെറ്റിദ്ധാരണയാണ് ഈ മലാശയത്തിൽ അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റും വരുന്ന എല്ലാ അസുഖവും പൈൽസ് ആണെന്ന്. അതങ്ങനെയല്ല. അത് മെയിൻലി മൂന്നായിട്ടുണ്ട്. ഒന്ന് പൈൽസ്, ഒന്ന് ഫിഷർ, ഒന്ന് ഫിസ്റ്റുല. അപ്പോൾ പൈൽസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മലദ്വാരത്തിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഉള്ളിലുള്ള സിരകൾക്ക് ഉണ്ടാകുന്ന വീക്കത്തിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. അത് ഉള്ളിലോ പുറത്തോ കാണാം. ഉള്ളിലുള്ളതിനെ ഇന്റേണൽ പൈൽസ് എന്നും പുറത്ത് കാണുന്നതിന് എക്സ്റ്റേണൽ പൈൽസ് എന്നൊക്കെ പറയുന്നു. അപ്പം പുറത്ത് പൈൽസ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഉള്ളിലാണ് ഉള്ളതെങ്കിൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഒരു പ്രൊട്ടോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ കാണുന്നതാണ് ഫിഷർ. ഫിഷർ എന്ന് പറയുമ്പം കൂടുതലായിട്ടും യങ് ആയിട്ടുള്ള ആളുകളിൽ കാണുന്നത് ഈ ഫിഷറാണ്. ഇതിനുള്ള മെയിൻ കാരണം കോൺസ്റ്റിപ്പേഷനാണ്. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം കാരണം നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള തൊലിക്ക് ഉണ്ടാകുന്ന ഒരു പൊട്ടലാണ് ഈ ഫിഷർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഫിസ്റ്റുല. ഫിസ്റ്റുല എന്ന് പറയുന്നത് മലദ്വാരത്തിന് പുറത്തായിട്ട് ഒരു ദ്വാരം ഉണ്ടാവുക. അതിനൊരു വേറൊരു ഓപ്പണിംഗ് കൂടി ഉണ്ടാവും. അതൊരു ട്യൂബ് പോലെയായിട്ടാണ് കാണുന്നത്. ഈ കേസിൽ കൂടുതൽ പസ് ഡിസ്ചാർജ് ഉണ്ടാവും, അതുപോലെ ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകളിൽ വരാറുണ്ട്. ഒരു ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് അതെല്ലാം മാറി പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് വീണ്ടും ഒരു നെക്സ്റ്റ് എപ്പിസോഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ളൊരു കോസാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ. നമ്മൾ കൂടുതൽ ഫൈബേഴ്സ് ഉള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ലെങ്കിൽ, അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ തോത് കുറയുകയാണെങ്കിലൊക്കെ മലബന്ധം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യും. അപ്പം ഇത് പൈൽസിന് കോസ് ചെയ്യും, അല്ലെങ്കിൽ ഫിഷേഴ്സൊക്കെ ഉണ്ടാക്കുന്നു. പിന്നുള്ളൊരു കോസാണ് അമിതഭാരം. കൂടുതൽ വെയിറ്റുള്ള ആളുകളിൽ പൈൽസ് കണ്ടുവരുന്നുണ്ട്. പിന്നുള്ളൊരു കാരണമാണ് പാരമ്പര്യം, ഹെറിഡിറ്ററി. പാരമ്പര്യമായിട്ട് ചില ആളുകളിൽ പൈൽസ് കണ്ടുവരാറുണ്ട്. പിന്നെ ചില ലേഡീസിലൊക്കെ പ്രഗ്നൻസി ടൈമിൽ വെയിറ്റ് കൂടുന്നത് കാരണം പൈൽസ് കണ്ടുവരാറുണ്ട്. പിന്നെ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലും നമ്മൾ പൈൽസ് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കോസസ്. ഇനി പൈൽസ് വരുന്ന ആളുകളിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ നമ്മൾ മെയിനായിട്ട് 4 ഗ്രേഡുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗ്രേഡ് 1 എന്ന് പറയുന്നത് മലം പോകുന്നതിനോടൊപ്പം നമ്മൾ മലദ്വാരത്തിൽ നല്ല വേദന, നീറ്റൽ, അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ ഗ്രേഡ് 1 ഉൾപ്പെടുത്തും. ഗ്രേഡ് 2 എന്ന് പറയുന്നത് മലം പോകുന്നതിനോടൊപ്പം പുറത്തേക്കൊരു തടിപ്പ് കാണുക. മലം പോയതിന് ശേഷം അത് വീണ്ടും ഉള്ളിലേക്ക് പോകുന്നൊരവസ്ഥ. ഇതാണ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഗ്രേഡ് 3 എന്ന് പറയുന്നത് മലം പോകുന്നതിനോടൊപ്പം തടിപ്പ് പുറത്തേക്ക് വരുന്നു, നമ്മളത് കൈകൊണ്ട് ഉള്ളിലോട്ടാക്കുന്നൊരവസ്ഥ. ഇതാണ് ഗ്രേഡ് 3. ഗ്രേഡ് 4 എന്ന് പറയുന്നത് നമ്മളിപ്പം ടോയ്ലറ്റിൽ പോയാലും ഇല്ലെങ്കിലൊക്കെ എപ്പോഴും ആ ഒരു തടിപ്പ് പുറത്തുണ്ടാവുന്നു. ഇതാണ് ഗ്രേഡ് 4. അപ്പം മെയിനായിട്ടും ലക്ഷണങ്ങളൊക്കെ 4 ഗ്രേഡായിട്ടാണ് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽസ് വന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 90% ആളുകളിൽ പൈൽസിൽ സർജറി ചെയ്തിട്ടും ഇത് വീണ്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മളെ ഡയറ്റിലുള്ള ചേഞ്ചസ് ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം തന്നെ നമ്മൾ കോസ് പറഞ്ഞു, കാരണം പറഞ്ഞു. ആദ്യത്തെ കാരണം മലബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ടും വെള്ളം കുടിക്കുക. ഒരു ദിവസം 8 മുതൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതുപോലെ ധാരാളം ഫൈബേഴ്സ് ഉള്ള ഭക്ഷണങ്ങൾ, പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക, ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. അപ്പോൾ പെട്ടെന്നുള്ള ഡൈജഷനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകുന്നത് ഈസി ആയിട്ടൊക്കെ മാറും.
അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മലബന്ധം കുറയ്ക്കാൻ പറ്റും. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം നിൽക്കാനും അതുപോലെ നടക്കാനും ഒക്കെ നോക്കുക. അമിത ഭാരമുള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഈ പ്രഷർ നമ്മുടെ വെയിൻസിൽ കൂടുതൽ പ്രഷർ ഉണ്ടാക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഡെയിലി ഭക്ഷണത്തിലുള്ള ഈ മൈദ ബേക്കറി ഐറ്റംസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നോൺ വെജസ് അല്ലെങ്കിൽ റെഡ് മീറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുന്ന ബീഫ്, പോർക്ക്, മട്ടൻ, അതുപോലെ ചിക്കൻ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ അത് കുറച്ച് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നേന്ത്രപ്പഴം സ്ഥിരം കഴിക്കുന്ന ആളുകളിൽ കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട്. അപ്പം ആഴ്ചയിൽ ഒരു 3 ദിവസം, അതുപോലെ മുട്ട കഴിക്കുന്നവരിൽ കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരുന്നു. ഇതൊക്കെ ആഴ്ചയിൽ ഒരു 3 ദിവസം കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോഫി. ഈ കോഫി കുടിക്കുന്ന ആളുകളിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം കോഫി കുടിക്കുന്നതൊക്കെ മാക്സിമം കുറച്ച് കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. അത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞ കാരണം മലബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മലബന്ധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ സാലഡ്സ് യൂസ് ചെയ്യുക. ഭക്ഷണത്തിന് മുമ്പൊക്കെ കുറച്ച് സാലഡ്സ് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തവിടുള്ള അരി കൊണ്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വൈറ്റ് റൈസിൻ്റെ ഉപയോഗം കുറച്ചിട്ട് തവിടുള്ള അരി കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്നൊരു സാധനമാണ് ചേന എന്ന് പറയുന്നത്. ചേനയുടെ കൂടെ കൂടുതൽ ചെറിയുള്ളിയും അതുപോലെ തന്നെ വല്യുള്ളിയും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് പൈൽസിന് നല്ലതാണ്. ഇപ്പോൾ ചേന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാട്ടുചേന. പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് ചേന യൂസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നത്. ഒരു ദിവസം 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. പിന്നെ അത് മോരായാലും പ്രശ്നമില്ല, നോർമൽ പ്ലെയിൻ വാട്ടർ തന്നെ കുടിക്കണം എന്ന് നിർബന്ധമില്ല. മോരും വെള്ളമോ കരിക്കും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഇലക്കറികൾ നമ്മുടെ ഇലക്കറികൾ മോഷൻ ഈസി ആക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഇലക്കറികൾ കൂടുതലായിട്ട് മുരിങ്ങയില, ചീരയില, തൈതാമയില അതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇലക്കറികളാണ്. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഇഞ്ചിയുടെ നീരും അതുപോലെ തന്നെ തേനും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. ഈ പൈൽസൊക്കെ ഉള്ള ആളുകൾക്കത് നല്ലൊരു മെഡിസിനാണ്. പിന്നെ അത്തിപ്പഴം കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക. അതുപോലെ അത്തിപ്പഴം ജ്യൂസ് അടിച്ചൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ജ്യൂസ് അടിക്കുന്നതിലും കൂടുതൽ നല്ലത് അത് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ്. ആപ്പിൾ, ഓറഞ്ച്, സിട്രസ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നെല്ലിക്കയൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മളെ മോഷനൊക്കെ ഈസിയാക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ഉണക്കമുന്തിരി നമ്മൾ കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈൽസ് മൂലം ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ വേദന കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. ഭക്ഷണത്തോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളാണ് നമ്മളെ വീട്ടിൽ ഒരു പാത്രത്തിൽ ഒരു നേരിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് ഇരിക്കുക. ഒരു ദിവസം ഒരു 3 തവണ അത് ചെയ്യുകയാണെങ്കിൽ ഈ വേദന അഥവാ നീറ്റലൊക്കെ കുറച്ച് കുറയും. ഇതിന് നമ്മൾ സിറ്റ്സ് ബാത്ത് എന്നാണ് പറയുന്നത്. അതുപോലെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന അലോവേരയുടെ ഉള്ളിലുള്ള ജെല്ലെടുത്തിട്ട് അതൊരു തുണിയിൽ കെട്ടിയിട്ട് ചെറിയൊരു കിഴി പോലെ ആക്കിയിട്ട് നമുക്ക് വേദനയുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാം. നീറ്റൽ കുറയ്ക്കാനും സഹായിക്കും. അല്ലെങ്കിൽ ഐസ് പാക്സ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് നാഗവെറ്റില അല്ലെങ്കിൽ അയ്യപ്പാന എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് ഒരു തലേ ദിവസം ഒരു 5-6 ഇല വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. ഇത് മലബന്ധമൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ബേക്കറി ഐറ്റംസ്, നോൺ വെജ് കൊണ്ടുണ്ടാക്കുന്ന ഈ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ മൈദ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. പിന്നെ കൂടുതലായിട്ടും കോഫി ഒഴിവാക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പൈൽസ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ തന്നെ മെഡിസിൻ ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ സർജറി ഒന്നും ചെയ്യാതെ തന്നെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പൈൽസ് എന്ന അസുഖമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.